ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ക്യാബിനറ്റിലെ മന്ത്രിയായിരിക്കുന്ന ജലസേന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയുടെ ഒരു പഴയകാല അദ്ദേഹത്തിൻ്റെ ഒരു കോൺവെർസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കാൻ ആവശ്യപ്പെട്ടെന്ന് തുറക്കേണ്ടതാണ്. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ടും ഇവിടെ കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മയനി മാതാവ് പറഞ്ഞ കോൺട്രാക്ടേഴ്സാണ്. അവർ കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 രൂപയ്ക്കാണ്. അത് അവൻ മറിച്ച് വിറ്റാൽ അപ്പൊ 2000 രൂപ കിട്ടും. അവൻ ഒന്നും ചെയ്യാതെ അത് എത്ര രൂപ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞൊരു 300 കോടി കിട്ടും. 5 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിപ്പിക്കുന്ന ജോസിന്റെ മേളം മാനസികയും കൂടി ഇന്ന് ആലോചിച്ചിട്ടാണ് പേര് ചെയ്തത്. അഴിമതി നടന്നത് അവന്റെ പുണ്യവാനൊക്കെണ്ടല്ലോ. ഒന്ന്. രണ്ടാമത് ഇനി അങ്ങനെ പുണ്യവാനൊന്നും ചെല്ലണ്ടാവും. മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് പപ്പയുടെ മുകളിൽ അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 കുട്ടിയുടെ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബണാണ് ഒന്ന്. വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കുന്നില്ല എപ്പോഴും. എന്നുവെച്ചാൽ പെട്രോൾ പൈപ്പ് കൂടെ ആ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെ ഒഴുകി വരുന്നത് എടുക്കുക. ഇപ്രാവശ്യം വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോൾ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഫാക്ടറിയിട്ട് നിറച്ചു. ഫാക്ടറിയിട്ട് നിറച്ചപ്പോൾ ഇറിഗേഷൻ എന്തായിരുന്നു? ഒരു മരം വന്ന് പുഴയിൽ കൂടി ക്രോസ് ആയിട്ട് അത് ഭരിക്കാൻ പറ്റാതെ. അപ്പോ അവരെത്ര ഇതിന്റെ വെള്ളം തുറക്കാതെ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ്. ജോഷി കണ്ടില്ലെങ്കിൽ ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാൻ സൗകര്യം കൊടുക്കും. ആ വെള്ളം നിറച്ചവർക്ക് 8 കോടി രൂപയാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായിട്ടാണ് പ്രൈവറ്റ് കമ്പനി. എന്നിട്ട് വെള്ളം അവർക്ക് ഓവറായി വന്നപ്പോൾ അടിയിലെ സൂയിസ് തുറന്നതാണ്. ചെന്നൈയിലും ഇവിടെ എല്ലാം നിശ്ചയം കാരണം ഇത് അടിയിലെ സൂയിസ് തുറന്നുകൊണ്ടാണ് ചെടിയിൽ സൂയിസ് തുറക്കാറില്ല. അങ്ങനെ തെറ്റിച്ചു അതിന് കാർബണോടൊന്ന് കാശാക്കി. മൂന്നാമത്തെ കേസ് പറമ്പിക്കുളം തുറക്കാണ് ശ്രവണയാണ്. ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചേർന്ന ഒരു കൊല്ലം നമ്മൾ ഒരു കൊല്ലം അതിലുമാണ്. തമിഴ്നാട് പോലും നമ്മൾ ഇന്ത്യയിൽ നമ്മളാണ് ജോഷിയാണ് ചേർന്നത്. വെള്ളം ഇപ്പോൾ തുറക്കേണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നുവിടാൻ കൊണ്ടുപോകുന്നു. എന്താ കഴിച്ചാൽ ആ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്ട് വെള്ളം കൊണ്ടുപോകാൻ ഓരോക്കിനാൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാൻ കപ്പാസിറ്റി 800 കൊണ്ടുപോയത്. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിച്ചിട്ട് അവിടെ 20 മെഗാവാട്ടേ ഉത്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 10-200 കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിന് മുഴുവൻ വയ്ക്കാൻ ആ കരാറുകാരനാണ്. ആ കരാറുകാരൻ ജോഷിനെ കണ്ടെങ്കിൽ ഒരു വീതം കൊടുത്തു. തുടർന്ന് ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരുന്നിക്കൊണ്ടിരിക്കെ തുറന്നു കൊടുത്തു. ചാലക്കുടി പുഴക്കും അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായി? പുണ്യവാനും കാശുമേ ഞാൻ വലിയ ആദർശവാനാണ് പറയുന്നല്ലോ. ഇത് എത്ര കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങൾ നിന്റെ കാര്യം പറയാൻ പറ. ഈ അത്യാവശ്യം വേണ്ടപ്പെട്ടവർ പറഞ്ഞു 534 നമ്മുടെ പത്തല്ലേ വിളിക്കുള്ളൂ.